ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ച കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ശർക്കര. ആദ്യം നമുക്ക് ഈ കപ്പലണ്ടി വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് പൊട്ടി മൂത്ത മണം വരുമ്പോൾ തണുക്കാൻ മാറ്റി വയ്ക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പലണ്ടിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറി ഓരോ കപ്പലണ്ടിയും 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി ശർക്കരപ്പാനി അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി മിഠായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ തേച്ച് മാറ്റി വയ്ക്കാം. ഒരു ചപ്പാത്തി റോളറിലും കുറച്ച് ഓയിൽ തേച്ച് മാറ്റി വയ്ക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദാ ഇപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവം അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 1-2 ഡ്രോപ്പ് ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല കട്ടിയിൽ കിട്ടണം. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടോടുകൂടിയിട്ട് ഇതിനെ ബട്ടർ പേപ്പറിലിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു കത്തി കൊണ്ട് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ കപ്പലണ്ടി